മന്തി. അറേബ്യയിൽ നിന്ന് കേരളത്തെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കിയൊരു ഡിഷാണ് മന്തി. സാധാരണ കുഴിമന്തികൾ കഴിച്ച് മടുത്തവർക്ക് ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കിഡിലൻ സ്പൈസി മന്തി ഓപ്ഷനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ജല്ലിക്കട്ട് മന്തി. ചിക്കനിലും ബീഫിലും ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. നല്ല കിഡിലൻ വറ്റൽമുളകിൻ്റെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഒക്കെ സ്പൈസി മസാലയായിട്ട് ആ റൈസിൻ്റെ കൂടെ കൂട്ടിപ്പിടിക്കാനായിട്ട് ഒരു അസാധ്യ സംഭവമാണ് ഈ മന്തി. ബീഫിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ പോരാ. ബീഫിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ വേറൊരു ഐറ്റം കൂടെ ട്രൈ ചെയ്തായിരുന്നു. അതാണ് ഇവിടുത്തെ പാൽക്കപ്പയും ബീഫ് റിബ് കോംബോ. ആ പാൽക്കപ്പയും അതുപോലെ തന്നെ ആ ബീഫും പിന്നെ ഇവരുടെ കൂടെ കിട്ടുന്ന മുളക് എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഇത്രയും സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് കഴിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് മൈൽഡ് ആക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നൂൽ പൊറോട്ടയും അതുപോലെ തന്നെ ഇവരൊരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ജപ്പാൻ ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജപ്പാൻ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഡീപ് ഫ്രൈ ചെയ്ത ചിക്കൻ്റെ പീസസ് പാലും അതുപോലെ തന്നെ കാഷ്യൂ പേസ്റ്റും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ക്രീമി ടെക്സ്ചറിൽ ഒരു ഗ്രേവി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു സംഭവം ഐറ്റമാണ്. ആ നൂൽ പൊറോട്ടയുടെ ഇതൊരു കിഡിലൻ കോമ്പിനേഷൻ ആയിരുന്നു. സ്പൈസി അല്ലാത്ത മൈൽഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മസ്റ്റ് ട്രൈ ഡിഷാണ് ഇവിടുത്തെ. ഈ സ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലുവ തോട്ടുമുഖത്തുള്ള കവ്വാലി റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നല്ല കിഡിലൻ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്.